ജ്യേഷ്ഠന്റെ സൈന്യത്തിലെ പല യോദ്ധാക്കളാലും അനുഗതനായി മഹാരഥികനായ കുംഭകർണൻ പുറപ്പെട്ടു. രാമന്റെ സൈന്യത്തിനെതിരെ അതൊരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു. കുംഭകർണൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് താൻ ഇങ്ങനെ കുരങ്ങന്മാരെ കൊന്നെടുക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ചെങ്ങാതിമാരോട് ഇങ്ങനെ പറഞ്ഞു: രാമനും അദ്ദേഹത്തിന്റെ സോദരനായ ലക്ഷ്മണനുമാണല്ലോ നിങ്ങളുടെയും എന്റെയും ജ്യേഷ്ഠന്റെയും മനസ്സിലെ അങ്കലാപ്പിന് കാരണക്കാർ. അവർ കൊല്ലപ്പെട്ടാൽ ലങ്കയിൽ ഒരിക്കൽ കൂടി സമാധാനം വന്നു ചേരും. അദ്ദേഹം നഗരം വിട്ടപ്പോൾ തന്നെ ദുഷ്ടലക്ഷണങ്ങൾ കാണപ്പെട്ടു. അദ്ദേഹം അതിനെപ്പറ്റി ചിന്തിക്കുകയേ ഉണ്ടായതില്ല. ജയത്തെപ്പറ്റി അദ്ദേഹത്തിന് അത്രത്തോളം ഉറപ്പായിരുന്നതിനാൽ മറ്റൊരു ചിന്തയും മനസ്സിൽ കയറുവാൻ അദ്ദേഹം അനുവദിച്ചില്ലെന്ന് വേണം പറയാൻ. അദ്ദേഹം നഗരാതിർത്തി വിട്ടു. കുരങ്ങന്മാരുടെ വലിയ സൈന്യത്തെ അദ്ദേഹം കണ്ടു. കുംഭകർണനെ കണ്ടതോടെ കുരങ്ങന്മാർ ഭീതിയിലായി തീർന്നു. ശക്തിയേറിയ കാറ്റിൽപ്പെട്ട മേഘങ്ങൾ ഛിന്ന ഭിന്നമാകുന്നതുപോലെ അവർ നാലുപാടും ചിതറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഗർജനം കേട്ട് വാനരന്മാരുടെ ഹൃദയങ്ങളിൽ കൊടുംഭീതിയായി. പലരും ബോധം കെട്ട് വീഴുക തന്നെ ചെയ്തു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച ശൂലവുമായി ഓടി വന്ന അദ്ദേഹം ലോകനാശത്തിനൊരുങ്ങിയ യമനെ പോലെ കാണപ്പെട്ടു. തന്റെ സൈന്യത്തിൽ വന്നു ചേർന്ന കുഴപ്പം രാമൻ കണ്ടു. അതിനുള്ള കാരണവും അദ്ദേഹം മനസ്സിലാക്കി. ഒരു ശൂലവും കയ്യിലേന്തി നടന്നു വരുന്ന ഒരു ബ്രഹ്മാണ്ഡ രൂപത്തെ അദ്ദേഹം കണ്ടു. ആ കാഴ്ച കണ്ട് അതിശയിച്ച അദ്ദേഹം വിഭീഷണനോട് ചോദിച്ചു: അയാൾ ആരാണ്? കിരീടം ധരിച്ച ഒരു പർവ്വതം പോലെയുണ്ടല്ലോ. അയാൾ കണ്ണുകളിൽ മഞ്ഞ കലർന്ന തവിട്ട് ചുവപ്പ് നിറത്തിൽ തിളങ്ങുന്നു. കണ്ടാൽ ഒരു ഭയങ്കരൻ തന്നെയാണ് അയാൾ. അയാൾ ആരെന്ന് എന്നോട് പറയും. ഇയാൾ ഒരു അസുരനോ അതോ രാക്ഷസനോ? ഇങ്ങനെ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. വിഭീഷണൻ പറഞ്ഞു: വിശ്രവസിന്റെ ഒരു പുത്രൻ തന്നെയാണ് അദ്ദേഹം. രാവണന്റെ ഇളയ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠൻ. പേര് കുംഭകർണൻ എന്നാണ്. അദ്ദേഹത്താൽ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കപ്പെട്ടവരാണ് യമനും ഇന്ദ്രനും. വലുപ്പത്തിലും വീര്യത്തിലും അദ്ദേഹത്തോട് സമനായി മറ്റൊരു രാക്ഷസൻ ഇല്ല തന്നെ. അദ്ദേഹം അജയ്യനാണെന്ന് കരുതപ്പെടുന്നത്. അദ്ദേഹം ജന്മാതനാ വീരനുമാണ്. മറ്റുള്ളവർ വരബലത്താലാണ് വീരന്മാരായത്. ദേവന്മാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രപഞ്ചനാശത്തിനൊരുങ്ങിയ രുദ്രനാണെന്നും വിചാരിച്ച് അതിഭീതി പൂണ്ടു. ജനിച്ചപ്പോൾ തന്നെ കുംഭകർണൻ ശക്തിയായ വിശപ്പ് കാരണം കയ്യിൽ കിട്ടിയ പദാർത്ഥങ്ങളെല്ലാം എടുത്ത് ഭക്ഷിക്കുവാൻ തുടങ്ങി. ലോകത്തിലുള്ളവർ ഇന്ദ്രനെ ശരണം പ്രാപിച്ചു. ഇന്ദ്രൻ കോപിച്ച് വജ്രായുധമെടുത്ത് അതും കൊണ്ട് കുംഭകർണനെ താടിച്ചു. വേദന കൊണ്ട് കോപിച്ച കുംഭകർണൻ ഗംഭീരമായ ഒരു ഗർജനത്താൽ ലോകത്തെ ഒട്ടാകെ വിറപ്പിച്ചുകൊണ്ട് ഐരാവതത്തിന്റെ ഒരു കൊമ്പ് വലിച്ചു പറിച്ചെടുത്തു. ഇന്ദ്രന് മാറത്തു തന്നെ ഒരു അടിയും കൊടുത്തു. സ്വർഗത്തിലുള്ളവർ ഇന്ദ്രന്റെ സങ്കടം കണ്ടു. അവർ അദ്ദേഹത്തോട് സഹതപിച്ചു. ഇന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് തനിക്ക് വന്നു ചേർന്നിട്ടുന്ന കഷ്ടപ്പാട് അറിയിച്ചു. ബ്രഹ്മാവ് കുംഭകർണൻ ആളയച്ചു. കുംഭകർണന്റെ അതിഭുഷലമായ ലോകനാശത്തിന് കാരണമാകുമെന്നും ഇതെല്ലാം കണ്ട് ഭയന്ന ബ്രഹ്മാവ് അദ്ദേഹത്തെ മൃതനെന്ന പോലെ ഉറങ്ങുവാൻ ശപിച്ചു. കുംഭകർണൻ തൽക്ഷണം അവിടെ വീണു. സുഷ്പതിയിലാവുകയും ചെയ്തു. തൻ്റെ സഹോദരനാൽ ഏറെ പ്രിയമുണ്ടായിരുന്ന രാവണന് വിചാരമായി. അദ്ദേഹം ഒരപേക്ഷയുമായി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു: അങ്ങയുടെ ഈ ശാപം ഒരു ചമ്പക വൃക്ഷത്തെ വളർത്തുവാൻ അനുവദിക്കുകയും അതിനുശേഷം അത് മുറിച്ച് താഴെയിടുകയും ചെയ്തതുപോലെയാണ്. അദ്ദേഹം അങ്ങയുടെ പ്രപൗത്രനാണ്. അന്ന് അദ്ദേഹത്തോട് ഇത്ര ക്രൂരത കാട്ടരുത്. അങ്ങയുടെ വാക്കുകൾ ഒന്നുകൂടി മയപ്പെടുത്തുക. നിദ്രയ്ക്കും ജാഗ്രാവസ്ഥയ്ക്കും ഒരു ക്ലിപ്തകാലമാക്കി വ്യവസ്ഥപ്പെടുത്തുക. ബ്രഹ്മാവ് പറഞ്ഞു: ശരി, ഇയാൾ 6 മാസം ഉറങ്ങും. അതിനുശേഷം ഒരു ദിവസത്തേക്ക് ഉണർന്നിരിക്കും. അതിനുശേഷം മറ്റൊരു 6 മാസക്കാലം ഉറക്കമായിരിക്കും. ഉണർന്നിരിക്കുന്ന ആ ഒരു ഒറ്റ ദിവസത്തിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം ഇയാൾ ഭക്ഷിക്കും. വിശക്കുമ്പോൾ അയാൾ ഒരു കാട്ടുതീയായി മാറും. രാവണൻ ഒരു കഥ കേൾക്കുന്ന കൗതുകത്തോടെ ഇതെല്ലാം കേട്ടുകൊണ്ടു. വിഭീഷണൻ തുടർന്നു: രാവണൻ അങ്ങയാൽ പരാജിതനാക്കപ്പെട്ടപ്പോൾ കഠിനമായ ദുഃഖം, അപമാനത്തിനുമുണ്ടായ ദുഃഖം അനുഭവിച്ചിരിക്കും. അപ്പോൾ തന്നെ സഹായിക്കുവാനായി കുംഭകർണനെ ഉണർത്തിയതായിരിക്കും. കഴിയുന്നത്ര വാനരന്മാരെ കൊല്ലുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കുംഭകർണന്റെ ഈ വരവ്. അദ്ദേഹത്തെ കണ്ടപാടെ വാനരന്മാർ ഓടി ഒളിക്കാൻ തുടങ്ങിയിരുന്നു. ഇദ്ദേഹത്തെ നേരിടുവാനുള്ള ധൈര്യം ഇവരിൽ ഉണ്ടാകുവാനാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. രാമൻ നീരനെ വിളിച്ചിങ്ങനെ പറഞ്ഞു: അങ്ങയുടെ സൈന്യത്തെയും കൂട്ടി ഉടൻ പോയി രാവണന്റെ കോട്ടകളും കവാടങ്ങളും കിടങ്ങളും തകർക്കുക. പാറകളും വൃക്ഷങ്ങളും ശേഖരിച്ച് ഏവരും തയ്യാറാവട്ടെ. യുദ്ധഭൂമിയിലൂടെ എല്ലാ ഭാഗങ്ങളും അവരെ സ്ഥാനമുറപ്പിക്കട്ടെ. നീരൻ കൽപ്പന പ്രകാരം എല്ലാം ചെയ്തു. ഗവാക്ഷൻ, ശരഭൻ, ഹനുമാൻ, അംഗദൻ എന്നിവർ പർവ്വത ശിഖരങ്ങളിൽ നിന്ന് പാറകൾ ശേഖരിച്ചു. കുംഭകർണന്റെ സൈന്യവന്യമായി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അംഗദൻ തന്റെ പ്രധാനികളെയും സൈന്യത്തെയും വിളിച്ചിങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നമ്മുടെ നേരെ വരുന്നതൊരു യന്ത്രമാണ്. ചേതനയോ ബുദ്ധിയോ ഇല്ലാത്തതാണ്. യാന്ത്രികമായൊരു സൂത്രപ്പണിയാണിത്.
നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ശബ്ദം ക്രമീകരിച്ചുണ്ടാക്കിയതാണ്. നമുക്കൊത്തൊരുമിച്ച് ഈ യന്ത്രോപകരണത്തെ നശിപ്പിക്കാം. അല്പം മടിച്ച ശേഷം കുരങ്ങന്മാർ യുദ്ധഭൂമിയിലേക്ക് മടങ്ങി വന്നു. അവർ അവരുടെ പതിവുള്ള ആയുധങ്ങൾ ധരിച്ചിരുന്നു. പറഞ്ഞു വരുന്നത് വൃക്ഷങ്ങളും പാറകളും ഒക്കെയാണ്. അവർ അതെല്ലാം കുംഭകർണന്റെ മേൽ വർഷിച്ചു. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചതേയില്ല. പാറകൾ പൊടിഞ്ഞു, വൃക്ഷങ്ങൾ ഒടിഞ്ഞു മുറിഞ്ഞ് കഷ്ണങ്ങളാവുകയും ചെയ്തു. അദ്ദേഹം അവരുടെ മുമ്പിലേക്ക് നടന്നു ചെന്നു. ക്രമവും ചിട്ടയും നോക്കിക്കൊണ്ട് സൈന്യത്തെ നശിപ്പിക്കുവാനും തുടങ്ങി. വനം മുഴുവനുമായി കത്തി നശിപ്പിക്കുന്ന ഒരു കാട്ടുതീ പോലെയായിരുന്നു അദ്ദേഹം. യുദ്ധഭൂമിയിൽ ഒരു വികാരം മാത്രമേ ബാക്കിയായി: ഭീതി, കൊടും ഭീതി. ചില കുരങ്ങന്മാർ പിന്നോക്കം തിരിഞ്ഞ് ലങ്കയിലേക്കുള്ള പാലം വരെ എത്തി. പാലം കടന്ന് തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങുവാൻ അവർ ആഗ്രഹിച്ചു. അംഗദൻ അവരെ തടുത്തു നോക്കി. യുദ്ധം ചെയ്യുവാൻ ആവുന്നത്ര പ്രേരിപ്പിച്ചു നോക്കി. മാനാഭിമാനങ്ങളെപ്പറ്റിയും വീരത്തെപ്പറ്റിയും ആത്മാഭിമാനത്തെപ്പറ്റിയും ഓർമ്മിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, യുദ്ധം ചെയ്യാതിരിക്കുന്നത് ലജ്ജാവഹമാണ്, പിന്തിരിഞ്ഞോടുന്നതും നാണക്കേടാണ്. നമ്മൾ പുറപ്പെടുമ്പോൾ വലിയ മേനി പറഞ്ഞിരുന്നുവല്ലോ, ആത്മപ്രശംസയും നല്ലതല്ല. അതെല്ലാം ഇപ്പോൾ എവിടെ പോയി? ഏറ്റവും മോശമായത് ഭീരുത്വമാണ്. ഭീരുത്വം ഉപേക്ഷിക്കൂ, യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി മടങ്ങി വരൂ. നമുക്കേവർക്കും യുദ്ധഭൂമിയിൽ മരണമടയാം. ഇവിടെയുള്ള മരണം മൂലം ബ്രഹ്മലോകത്തിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കും. വരൂ, നമുക്ക് യശസ് നേടാം. യുദ്ധഭൂമിയിൽ വീരമരണം വരിക്കുക. ഈ ഘോരരൂപം രാമന്റെ അടുത്തെത്തുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഈയാമ്പാറ്റ തീയിൽ ചെന്ന് ചാടിയെന്ന പോലെ ഇയാളുടെ കഥ കഴിയുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ വിധം പെരുമാറുവാൻ പാടില്ല. ഇത് തീർത്തും ലജ്ജാവഹമാണ്. തിരിച്ചു വരുവാൻ അവർക്കൊട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല. മരണശേഷമുള്ള സ്വർഗാസ്ഥ ലബ്ധിയേക്കാൾ എത്രയോ സുന്ദരമായി തോന്നി അവർക്ക് ഇവിടുത്തെ ഈ ജീവിതം. ഒടുവിൽ വലിയ വൈമനസ്യത്തോടും നടുക്കത്തോടും കൂടി അവർ യുദ്ധക്കളത്തിലേക്ക് മടങ്ങി വന്നു. അതവരുടെ ധൈര്യം കൊണ്ടൊന്നുമായിരുന്നില്ല. നേരെ മറിച്ച് അവരുടെ പ്രിയപ്പെട്ട രാജകുമാരനെ അനുസരിക്കാതിരിക്കാൻ അവർക്ക് കഴിയാമായിരുന്നില്ല. രാജകുമാരനോടുള്ള പ്രീതാധിക്യം അത് കാരണം മാത്രം തങ്ങളുടെ സിരകളിൽ ധൈര്യം തനിയെ തിളച്ചു കയറുന്നതായി അവർക്ക് തോന്നി. അവർ ആവേശത്തോടെ യുദ്ധം ആരംഭിച്ചു. രാവണന്റെ സഹോദരൻ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. കൊന്നോ പരിക്കേൽപ്പിച്ചിട്ടോ അംഗഭംഗം വന്നോ നൂറുകണക്കിന് വാനരന്മാർ ഭൂമിയിൽ പതിച്ചു. അവരിൽ വളരെ പേരെ അദ്ദേഹം വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. ജയനാഥം മുഴക്കിക്കൊണ്ട് അദ്ദേഹം യുദ്ധഭൂമിയിൽ കാലും കവച്ചു വെച്ചിങ്ങനെ നടക്കുകയും ചെയ്തു. ദ്വിവീദൻ അദ്ദേഹത്തോട് ധീരമായി പൊരുതി. ഒരു പർവ്വതത്തിന്റെ വലിയൊരു ഭാഗം അടർത്തിയെടുത്ത് അദ്ദേഹം കുംഭകർണന്റെ നേരെ എറിഞ്ഞു. എന്നത് ലക്ഷ്യം തെറ്റി. കുംഭകർണന്റെ മേൽ അത് വീണില്ല. പക്ഷെ സൈന്യമധ്യത്തിൽ വീണ് പല കുതിരകളെയും ആനകളെയും രഥങ്ങളെയും രാക്ഷസന്മാരെയും ചതച്ച് ചമ്മന്തിയാക്കി. ഹനുമാനും ദിവ്വാവിന്റെ സഹായത്തിനെത്തി. യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. കുംഭകർണന് തന്റെ ശൂലം ധാരാളമായി മതിയായിരുന്നു. അദ്ദേഹം സദാ പൊട്ടിച്ചിരിച്ചുകൊണ്ടുമിരുന്നു. ഹനുമാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പാഞ്ഞെത്തി. അദ്ദേഹത്തെ ഊറ്റമൊന്ന് അടിക്കുകയും ചെയ്തു. കുംഭകർണന്റെ ശരീരത്തിൽ ചോര പൊടിഞ്ഞു. അദ്ദേഹം തന്റെ ശൂലം കൊണ്ടും ഹനുമാന്റെ മാറിൽ കുത്തി. ഹനുമാൻ പരിക്കേറ്റ നിലയിലായി. വാനര വീരന്മാരെല്ലാം ഒത്തുകൂടി. അവർ ഹനുമാന്റെയും ദ്വിവീദന്റെയും സഹായത്തിനെത്തി. പക്ഷെ ഘോരനായ രാക്ഷസനെയോ അദ്ദേഹത്തിന്റെ സൈന്യത്തെയോ ഒന്നും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വാനര സൈന്യത്തിലെ ഏവരെയും അദ്ദേഹം അടിച്ചു വീഴ്ത്തുകയോ ബോധക്ഷയം വരുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തു. കുരങ്ങന്മാർ മറ്റൊരടവ് പ്രയോഗിച്ചു. അവർ കൂട്ടം കൂട്ടമായി ചെന്ന് അദ്ദേഹത്തെ പൊതിഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണു. മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് കടിച്ചാഴ്ത്തി. എന്നിട്ടും അദ്ദേഹത്തിനൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അവരെ പിടിച്ചു വിഴുങ്ങുവാൻ അദ്ദേഹത്തിന് എളുപ്പമാവുകയും ചെയ്തു. കുംഭകർണനെ അല്പമെങ്കിലും ശല്യപ്പെടുത്തുവാൻ കഴിഞ്ഞ അംഗദന് മാത്രമാണ്. കുംഭകർണൻ കോപത്തോടെ വീശിയ ശൂലത്തിൽ നിന്ന് അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. രാക്ഷസന്റെ മാറിൽ അദ്ദേഹം മാഞ്ഞിടിച്ച് ഒരു നിമിഷം നേരത്തേക്കാണെങ്കിലും അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിച്ചു. ഒരു നിമിഷം കഴിഞ്ഞതും അദ്ദേഹം പൂർവ്വശക്തി പ്രാപിച്ച് മുഷ്ടി കൊണ്ട് രടി കൊടുത്ത് അംഗദനെ വീഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം കുംഭകർണൻ സുഗ്രീവനെ അന്വേഷിച്ചു പോയി. സുഗ്രീവൻ രാവണ സഹോദരനെ ധൈര്യപൂർവ്വം അവഗണിച്ചു. സുഗ്രീവൻ ആകാശത്തേക്ക് ചാടി. ഒരു വലിയ പാറ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അങ്ങ് വളരെ വീരനാണ്. എൻ്റെ പല വീരന്മാരെയും അങ്ങ് പരാജയപ്പെടുത്തി വീഴ്ത്തിയിരിക്കുന്നു. ഇതേവരെ മറ്റാർക്കും സാധിക്കാത്തതോ അങ്ങ് നിർവഹിച്ചിരിക്കുന്നു. അങ്ങ് യശസ്സും നേടിയിരിക്കുന്നു. അങ്ങിപ്പോൾ എൻ്റെ സൈന്യത്തെ വിഴുങ്ങുകയാണ്. സാധു കുരങ്ങന്മാരെ പോലെയുള്ള ബലഹീനരായ എതിരാളികളോട് അങ്ങയുടെ ശക്തി കാണിച്ചിട്ട് എന്താണ് അങ്ങ് നേടുവാൻ പോകുന്നത്? വരൂ, എന്നോട് യുദ്ധം ചെയ്യൂ. ഞാൻ എറിയുന്ന ഈ പാറയുടെ ശക്തി താങ്ങുവാൻ അങ്ങേക്ക് കഴിവുണ്ടോ എന്ന് ഞാനൊന്ന് കാണട്ടെ. കുംഭകർണൻ പറഞ്ഞു: ഹേ വാനര, അങ്ങ് ബ്രഹ്മാവിന്റെ പൗത്രനാണ്, ഋഷരജസത്തിന്റെ പുത്രനുമാണ്. അതെല്ലാം എനിക്കറിയാം. ആവശ്യമില്ലാതെ അങ്ങ് എന്തിനാണ് പൊങ്ങച്ചം പറയുന്നത്? എന്തെങ്കിലും ചിലത് ചെയ്തു കാണിക്കൂ.
സുഗ്രീവൻ തൻ്റെ കയ്യിലിരുന്ന ആ വലിയ പാറ കുംഭകർണന് നേരെ എറിഞ്ഞു. എന്നാൽ ആ പാറ 1000 കഷ്ണങ്ങളായി പൊടിയുകയും ചെയ്തു. ഉദ്ദേശിച്ച ആൾക്കൊന്നും പറ്റിയതുമില്ല. അപ്പോഴേക്കും രാജാവിൻ്റെ സഹായത്തിന് ഹനുമാനോടെത്തി. അദ്ദേഹം കുംഭകർണന്റെ കയ്യിൽ നിന്നും ശൂലം കടന്നു പിടിച്ചെടുത്ത് അത് 2 തുണ്ടുകളാക്കി എറിഞ്ഞു. അതിനിടയിൽ കുംഭകർണൻ എറിഞ്ഞൊരു കല്ല് തലയിലേറ്റ് സുഗ്രീവൻ നിലത്ത് ബോധം കെട്ടു വീണു. കുംഭകർണൻ സുഗ്രീവനെ തൻ്റെ ബലിഷ്ഠമായ കൈകളിലെടുത്ത് നടക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തെ തടവിലാക്കുവാൻ കുംഭകർണൻ നിശ്ചയിച്ചു. അത് രാമന്റെ സൈന്യങ്ങൾക്കിടയിൽ ഭയാശങ്കകൾ ഉളവാക്കുമല്ലോ. ഹനുമാൻ തൻ്റെ യജമാനെ രക്ഷിക്കാൻ ഒരു പോംവഴി നോക്കുകയായിരുന്നു. കുംഭകർണന്റെ പിടിയിൽ നിന്നും അദ്ദേഹത്തിന് വിടുതി ലഭിക്കുവാനുള്ള വഴി. എന്നാൽ സുഗ്രീവൻ അതിൽ നിന്ന് ഒഴിവാകുവാനുള്ള കഴിവുണ്ടെന്നറിയാവുന്ന ഹനുമാൻ അത് വേണ്ടെന്ന് വെച്ചു. കുംഭകർണൻ നഗരത്തിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ ലങ്കാവീഥികളിലൂടെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ സുഗ്രീവൻ ഒരു പാവയെപ്പോലെ കിടന്നുണ്ടായിരുന്നു. വാനര രാജാവിന് ബോധം വീണ്ടും കിട്ടാൻ തുടങ്ങിയപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തലയുയർത്തി. പെട്ടെന്ന് തന്നെ രാക്ഷസന്റെ ചെവിയും മൂക്കും കടിച്ചു പൊളിച്ചു. വേദനയുടെ ശക്തിയാൽ കുംഭകർണൻ സുഗ്രീവനെ താഴ്ത്തി കിട്ടി. ഉടൻ സുഗ്രീവൻ ആകാശത്തേക്ക് ചാടി. വളരെ വേഗം അദ്ദേഹം യുദ്ധഭൂമിയിൽ മടങ്ങിയെത്തി. രാമന്റെ പിറകിൽ നിലകൊള്ളുകയും ചെയ്തു. കുംഭകർണൻ യുദ്ധഭൂമിയിലേക്ക് തന്നെ മടങ്ങി. അദ്ദേഹം അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ തട്ടിയ ഒരു കാർമേഘം പോലെ കാണപ്പെട്ടു. മരണം രൂപമെടുത്തു വരുന്നത് പോലെയും പലർക്കും തോന്നി. അദ്ദേഹം പിന്നീട് കൊന്നതും തിന്നതുമായ കുരങ്ങന്മാരുടെ സംഖ്യ എണ്ണമറ്റതായിരുന്നു. ലക്ഷ്മണൻ കുംഭകർണനെ നേരിട്ടു. അദ്ദേഹം അയച്ച ശരങ്ങളൊന്നും തന്നെ കുംഭകർണനെ ബാധിച്ചില്ല. ലക്ഷ്മണൻ രോക്ഷാകുലനായി. അദ്ദേഹം ശരവർഷം തുടർന്നു. ഇടിവെട്ടും പോലെയുള്ള ശബ്ദത്തിൽ കുംഭകർണൻ പാഞ്ഞു. കുഞ്ഞേ ലക്ഷ്മണ, അങ്ങയുടെ വീര്യം ഞാൻ സമ്മതിച്ചു. എൻ്റെ ശൗര്യത്തിനെതിരെ യമന് തടഞ്ഞു നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങയ്ക്ക് എന്നോടെതിരെ നിന്ന് നല്ലപോലെ യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യമുണ്ടല്ലോ. ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ മേൽ കയറിയിരുന്ന് ദേവന്മാരുടെ സഹായത്തോടു കൂടി ഒരിക്കൽ പോലും എൻ്റെ മുമ്പിൽ വന്നിട്ടേയില്ല. എന്നാൽ അങ്ങയ്ക്കെതിരെ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. ലക്ഷ്മണ, അങ്ങൊരു കുഞ്ഞെങ്കിലും അങ്ങയുടെ ധൈര്യം കീർത്തനീയം തന്നെയാണ്. എനിക്ക് അങ്ങയോട് ഏറ്റവും സന്തോഷമായിരിക്കുന്നു. ഞാൻ പോവട്ടെ. എനിക്ക് രാമനുമായി ഏറ്റുമുട്ടുവാൻ തിടുക്കമായി. അങ്ങയുടെ വീര്യത്താലും ധൈര്യത്താലും അത്യുത്സാഹത്താലും ഞാൻ അതീവ സന്തുഷ്ടനാണെങ്കിലും ഞാൻ രാമനോട് ഏറ്റുമുട്ടുവാൻ ഉറച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ കൊന്നാൽ എനിക്ക് ജന്മസാഫല്യമായി. രാമൻ മരിച്ചാൽ പിന്നെ ശേഷിച്ച സൈന്യത്തെ എൻ്റെ ആൾക്കാർ തുരത്തിക്കൊള്ളും. ലക്ഷ്മണൻ പുച്ഛസ്വരത്തോടെ അദ്ദേഹത്തോട് നോക്കി. മന്ദഹാസത്തോടെ ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞു: അങ്ങ് ഇന്ദ്രനെയും യമനെയും തോൽപ്പിച്ചു എന്നത് വളരെ ശരി തന്നെ. അങ്ങയ്ക്കിപ്പോൾ രാമനെയും വേണമല്ലേ? അദ്ദേഹം ഇവിടെ അങ്ങയ്ക്കായി ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. ലക്ഷ്മണൻ അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം തന്റെ വാക്ക് മുഴുമിപ്പിക്കും മുമ്പ് തന്നെ കുംഭകർണൻ ഒരു ആഘാത ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് രാമന്റെ നേരെ അതിവേഗം നടക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഇത്രയും നേരവും കാത്തുകൊണ്ടിരുന്ന ആ യുദ്ധം, രാമനും ആവിധം കാത്തുകൊണ്ടിരുന്ന ആ ഒരു യുദ്ധം പെട്ടെന്ന് ആരംഭിച്ചു. ആവാഹിക്കപ്പെട്ട അസ്ത്രങ്ങളാണ് രാമൻ അയച്ചത്. അവ ആ കാരണത്താൽ തന്നെ കുംഭകർണനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. കുംഭകർണൻ അഗ്നിവീമിക്കുകയായിരുന്നു. അസ്ത്രങ്ങൾ തറച്ച വേദന അദ്ദേഹത്തിന്റെ കോപം വർദ്ധിച്ചതേയുള്ളൂ. മായിൽപീലിയിൽ അലങ്കരപ്പെട്ട രാമന്റെ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു ചെന്ന് കുംഭകർണന്റെ വിശാലമായ വക്ഷസ്സിൽ തറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ ഭീമമായ ഗദ കയ്യിൽ നിന്നും താഴെ വീണു. വഴിയെ മറ്റായുധങ്ങളും. തൻ്റെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ട കുംഭകർണൻ കൈയും കാലും ഉപയോഗിച്ച് തന്നെ ആവുന്നത്ര നാശം വരുത്തി. അദ്ദേഹം രക്തത്താൽ അഭിഷക്തനായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും അദ്ദേഹം നിന്നു പൊരുതി. അദ്ദേഹം വലിച്ചെറിഞ്ഞ വലിയ പാറ കഷ്ണം രാമൻ 7 ശരങ്ങൾ കൊണ്ട് തടുത്തു. സ്വർണത്തിൽ മുക്കിയ ഒരു കൂട്ടം ശരങ്ങൾ കൊണ്ട് രാമൻ കുംഭകർണന്റെ പടച്ചട്ട തുരന്നു മുറിച്ചു. മേരു ശിഖരം പോലെ അത് നിലത്ത് കിടന്നു മിന്നി. ലക്ഷ്മണൻ പറഞ്ഞു: രാമ, ഇയാൾ ഏറെ രക്തം കുടിച്ചിട്ടുണ്ട്. അദ്ദേഹം കുരങ്ങന്മാരെയും ചിലപ്പോൾ ആറിറിയാതെ രാക്ഷസന്മാരെ തന്നെ നിന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കുരങ്ങന്മാരും അദ്ദേഹത്തിന്റെ മേൽ കയറിപ്പോതിയട്ടെ. കൂടുതൽ ദ്രോഹം വരുത്താതെ നോക്കുകയും ചെയ്യട്ടെ. കേട്ടയുടൻ കുരങ്ങന്മാർ കുംഭകർണൻ മേൽ പിടിച്ചു കയറി. എന്നാൽ അദ്ദേഹം ശരീരമൊന്ന് കുലുക്കിയതോടെ അവരെല്ലാം താഴെ ഉയർന്ന് വീഴുകയും ചെയ്തു. രാമൻ വില്ലും കൈയിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. കുംഭകർണൻ ദിഗ്ഗജകളിലൊന്ന പോലെ തോന്നിച്ചു. അദ്ദേഹത്തിന്റെ വീഴ്ചയിൽ വിന്ധ്യാപർവ്വതമോ മേരുവോ എന്നുപോലെ ഭീമാകാരവും ശ്രേഷ്ഠരൂപനുമായിരുന്നു. കൈകളിൽ സ്വർണവളകളുമായി ശോഭിച്ചിരുന്ന അദ്ദേഹം സപ്തജിഹ്വകളോടെ ശോഭിക്കുന്ന അഗ്നി പോലെ തിളങ്ങി. പുകയില്ലാതെ കത്തുന്ന തീ പോലെയായിരുന്നു രാമനും. അദ്ദേഹം കുംഭകർണന്റെ മുമ്പിൽ വന്നു നിന്നു. അദ്ദേഹത്തിന്റെ മുഖം പ്രശാന്തമായിരുന്നു. അദ്ദേഹം ഞാൻ വലിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ധീരനായ രാക്ഷസ, അങ്ങയ്ക്ക് മുഷിപ്പ് തോന്നണ്ട. ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ്. അങ്ങ് അന്വേഷിച്ചു കൊണ്ടിരുന്ന രാമനാണ് ഞാൻ. എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നതായി അങ്ങ് പറഞ്ഞുവല്ലോ. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. എന്നെ നല്ലവണ്ണം ഒന്ന് നോക്കിക്കൊള്ളൂ. അവസാനമായി എന്തെന്നാൽ താമസികമായി അങ്ങയുടെ ബോധം നഷ്ടപ്പെട്ടു. എന്നെ കാണുവാൻ കഴിയാതെ ആവുകയും ചെയ്യും. ഞാൻ അങ്ങയെ കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു.
കുംഭകർണൻ ഉറക്കെയൊന്ന് പൊട്ടിച്ചിരിച്ചു. ഇങ്ങനെ പറയുകയും ചെയ്തു: ഞാൻ വിരാടനോ കബന്ധനോ ആണെന്ന് കരുതി മോഹിക്കേണ്ട, കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട. ഖരനോ ബാലിയോ ആണെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഞാൻ മാരീചനുമല്ല, ഞാൻ കുംഭകർണനാണ്. മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ. ഈ മുൾഖരം നോക്കൂ. ഇതുകൊണ്ടാണ് ഞാനൊരിക്കൽ ദേവന്മാരെ തോൽപ്പിച്ചത്. അങ്ങയുടെ വീര്യം കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാനതൊന്ന് കാണട്ടെ. അതിനെപ്പറ്റി ഞാൻ വളരെയേറെ കേട്ടിട്ടുണ്ട്. രാമൻ കുംഭകർണന്റെ നേരെ അസ്ത്രങ്ങൾ ചുരിഞ്ഞു. എന്നാൽ അവയൊന്നും അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുന്നതായി തോന്നിയില്ല. രാമൻ അമ്പട എന്ന മട്ടിൽ പുരികമൊന്നുയർത്തി അദ്ദേഹം വിചാരിച്ചു: 7 സാലവൃക്ഷങ്ങൾ ഒരുമിച്ച് തുളച്ച ഈ ശരം, ബാലിയെ കൊന്ന ഈ ശരം കുംഭകർണനിൽ ബലിക്കുന്നില്ലെന്ന് തോന്നുന്നില്ലല്ലോ. രാമൻ ശാന്തനായി തന്നെ കാണപ്പെട്ടു. വെള്ളത്തുള്ളികൾ വീണാൽ കൂസാതെ നിൽക്കുന്ന പർവ്വതം പോലെ കുംഭകർണനെ നിലകൊണ്ടു. രാമൻ വായുവിനെ ആവാഹിച്ച് ശത്രുവിന് നേരെ വിട്ട അസ്ത്രം ഉത്ഗരം പിടിച്ച കൈ മുറിച്ചിട്ടു. വേദന കൊണ്ട് മുറിവുകൾ കൂട്ടിയ കുംഭകർണൻ മറ്റേ കൈ കൊണ്ട് ഒരു വൃക്ഷം പുഴുകിയെടുത്ത് രാമന്റെ നേരെ പാഞ്ഞു. അപ്പോൾ രാമൻ ഇന്ദ്രനെ ആവാഹിച്ച് മറ്റൊരസ്ത്രം അയച്ചു. കുംഭകർണന്റെ മറ്റേ കൈയും വേർപെട്ട് ഭൂമിയിൽ വീണു. 2 അസ്ത്രങ്ങൾ കൂടി അയച്ച് അദ്ദേഹത്തിന്റെ കാലുകളും മുറിച്ചിട്ടു. പിന്നീട് മറ്റൊരസ്ത്രം എടുത്ത് രാമൻ ഭക്തിയാദരങ്ങളോടെ ഐന്ദ്രാസ്ത്രത്തിനായി അഭിമന്ത്രണം ചെയ്തു. ആ അസ്ത്രം കുംഭകർണനെതിരെ വിടുകയും ചെയ്തു. ഇന്ദ്രന്റെ വജ്രത്തിന് സമമായിരുന്ന ആ അസ്ത്രം കുംഭകർണന്റെ നേരെ പാഞ്ഞു. പണ്ട് വജ്രം വൃദ്ധന്റെ തലയിലും ശരീരവും വേർപെടുത്തിയതുപോലെ അത് കുംഭകർണന്റെ ദേഹത്തിൽ നിന്ന് തല വേർപെടുത്തി. കുംഭകർണന്റെ തല നിലത്ത് വീണു, ശരീരവും മറിഞ്ഞു വീണു. മഹാധീരനായ കുംഭകർണൻ, ദേവലോകത്തെ വിറപ്പിക്കുന്നവനും ഉപദ്രവകാരിയും രാവണന്റെ ഏകാശ്രയവും യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുകയായി. അങ്ങനെ തന്നെ അത് കാണപ്പെടുകയും ചെയ്തു. എവിടെയും മഹാവെപ്രാളവുമായി തീർന്നു. വളരെ നന്നായി, വളരെ നന്നായി എന്നുള്ള സ്വർഗവാസികളുടെ ഘോഷം ആകാശത്തിൽ മയറ്റിലുകൊണ്ടു. രാക്ഷസന്മാരുടെ ഹൃദയം തകർന്നു. തങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് മരിച്ചു കിടക്കുന്നത് കണ്ട് കഠോര വേദനയിൽ അവർ പൊട്ടിക്കരഞ്ഞു. വാനര സൈന്യമാകട്ടെ രാഹുവിന്റെ ജിഹ്വയിൽ നിന്ന് മോചനം ലഭിച്ച സൂര്യനെ പോലെയായി. രാമൻ വിജയശ്രീലാളിതനായി അവരുടെ മധ്യത്തിൽ വിലസി. ഇന്ദ്രൻ വൃതനെ കൊന്ന പോലത്രേ അത്ര സന്തോഷത്തിലായിരുന്നു അദ്ദേഹം.